അപ്പോൾ ലോകക്രമത്തിൽ ഇനി ഇവർ കാര്യങ്ങൾ തീരുമാനിക്കും. അപ്പം ആ 4 പേർ ആരാണെന്നുള്ളത് ലോകം എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കാണുകയാണ് ഈ പുത്തൻ താരോദയങ്ങൾ, ഇവരുടെ നിലപാടുകളൊക്കെ സമാനമാണ്. മാത്രവുമല്ല, ഈ വർഷം അവസാനം ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു. അതിൽ പങ്കെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. അതിന് തൊട്ട് മുമ്പാണ് ഫെബ്രുവരി മാസത്തിൽ ട്രംപ് അങ്ങോട്ടേക്ക് പോകുന്നത്, മോദി അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതിനിടയിൽ നെതന്യാഹുവിന്റെ ഒരു കൂടിക്കാഴ്ച ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം പിന്തുണയായിട്ട് നെതന്യാഹു ഇല്ലാതെ ഒരു ചർച്ച ഒഴിവിക്കാൻ കഴിയില്ല. അമേരിക്കയ്ക്ക് നെതന്യാഹു ഇല്ലാതെ പറ്റില്ല, അങ്ങനെയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിക്കൊടുത്താൽ ലോകത്തിന്റെ അവസ്ഥ എന്താ ആലോചിച്ച് നോക്കി അല്ലെ? ഗംഭീരമായില്ലേ? ഭയങ്കര. നമ്മളൊക്കെ രാജ്യങ്ങൾ തന്നെ അമ്പരക്കുന്ന, ലോകരാജ്യങ്ങൾ തന്നെ അമ്പരന്ന് നിൽക്കുന്ന ഒരു ശക്തിയായി ഈ 4 രാജ്യങ്ങളും വളരുന്നു എന്നുള്ളത് നമ്മളെ അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. അതിൽ നമ്മൾ ഇന്ത്യക്കാരായതിൽ അഭിമാനിക്കുകയും കൂടി. കരയുന്നവരുടെ കാര്യം കൂടെ ഓർക്കണം. ബംഗ്ലാദേശും പാകിസ്ഥാനും മാറിയിരുന്ന് നെഞ്ചത്തടിച്ച് കരയുന്ന അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്.